Hello guys, welcome back to our channel. This is me with Mallu episode. എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ നമ്മുടെ ഫ്രാങ്കയെയും ആ റിപ്ലൈ ആയിരിക്കും കാണിക്കുക. അവർ രണ്ടുപേരും ആ എൽബോ ഫൈലാൻഡ് അതങ്ങനെ കയറി ഇറങ്ങി ആയിട്ട് നടക്കുകയാണ്. ഫ്രാങ്കിക്കാണെങ്കിൽ ആ ജയന്റ് മരം കാണുമ്പോൾ ഒരുപാട് സന്തോഷം. അവന്റെ ദ്വീപിലും അവന്റെ അടുത്തുള്ള ദ്വീപിലും ആ ഒരു ആഡം ട്രീ അത് ലഭിക്കാൻ വളരെയധികം ബുദ്ധിമുട്ടാണ്. ഇവിടെ മുഴുവൻ ആഡം ട്രീ ആണ് നിറഞ്ഞു നിൽക്കുന്നത്. മരങ്ങളിൽ വെച്ച് നമ്പർ 1 ആയിട്ടുള്ള ആഡം ട്രീ അത് കണ്ട് വാവ് അടിപൊളി, എനിക്കിതൊക്കെ കാണുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നുന്നു. ഇതെല്ലാം ഉപയോഗിച്ച് വലിയൊരു കപ്പലുണ്ടാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് അവൻ അങ്ങനെ തുള്ളിച്ചാടും. ഫ്രാങ്കിയുടെ ഐലാൻഡില് അതിലൊരു മരത്തിന് തന്നെ 800 മില്യൺ ബെറീസ് ആണ് വില. അത് വളരെയധികം കോസ്റ്റ്ലി ആണ്. നമ്മുടെ ആൾക്കാരുടെ 1000 സണ്ണി കപ്പല് അത് മുഴുവനായിട്ടും ആ ഒരു മരം വെച്ചാണ് ഫ്രാങ്കി ചെയ്തു കൊടുത്തിരിക്കുന്നത്. ഫ്രാങ്കി ആണെങ്കിൽ ഏത് ദിക്കിലേക്ക് നോക്കുമ്പോഴും അതേ മരങ്ങൾ തന്നെയായിരിക്കും അവന് കാണാൻ സാധിക്കുക. എന്ത് ചെയ്യണമെന്നറിയാതെ അവന്റെ കൊതി തീരും വരെ ആ മരങ്ങളിലേക്ക് അങ്ങനെ മാറി മാറി നോക്കി അവറ്റകളുടെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. റിപ്ലൈ ആണെങ്കിൽ ഇപ്പൊ ഫ്രാങ്കിയുടെ അത്ഭുതവും ആങ്സൈറ്റിയും ഒക്കെ കണ്ട് അവനോട് ചോദിക്കും, ഈ മരം അത്രയധികം വിലപിടിപ്പുള്ള മരമാണോ? അതിന് ഫ്രാങ്കി പറയും, അതെ, ഇത് മരങ്ങളുടെ തന്നെ കിങ് ആയിട്ടുള്ള മരമാണ്. ഒരുപാട് പണം ഇത് വിറ്റാലായിട്ട് ലഭിക്കും. അത് കേട്ട് റിപ്ലൈ പറയും, അങ്ങനെയാണെങ്കിൽ കുറച്ച് മരം ഞാൻ വെട്ടി വിറ്റാലോ? ഫ്രാങ്കി ആണെങ്കിൽ ഷോക്കാവും. ഈ മരങ്ങൾ ഇപ്പോൾ വളരെ റെയറായിട്ട് മാത്രമേ കാണാറുള്ളൂ. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ മരങ്ങളെ പ്രൊട്ടക്ട് ചെയ്യണം. ഒരു കാരണവശാലും ഇത് വെട്ടി വിൽക്കരുത്. അതിനവളാണെങ്കിൽ ചിരിക്കും, ഈ മരങ്ങൾ വെട്ടി വിറ്റാലൊന്നും തീരാൻ പോകുന്നില്ല, അവറ്റകൾക്ക് വേദനിക്കത്തുമില്ല. അവനാണെങ്കിൽ തീർത്തു പറയും, ഇവിടെയുള്ള മരങ്ങളൊന്നും നശിപ്പിക്കാൻ പാടില്ല എന്ന് സോൾ എന്നോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നീയും അത് ഫോളോ ചെയ്തേ പറ്റൂ. ഒരു കാരണവശാൽ ഇവിടെയുള്ള മരങ്ങൾ നശിപ്പിക്കാൻ നീ അടക്കം ആരും കൂട്ടു നിൽക്കാൻ പാടില്ല. ഫ്രാങ്കി ആണെങ്കിൽ സീരിയസ് ആയിട്ട് അവന്റെ മൂക്കൊക്കെ പിടപ്പിച്ച് സംസാരിക്കുന്നത് കാണുമ്പോൾ അവൾക്കാണെങ്കിൽ ചിരി വരും. അവൾ അൺകൺട്രോൾഡായി അവനെ നോക്കി പൊട്ടിച്ചിരിക്കും. അങ്ങനെ ഒരു ക്യാഷ്വലായിട്ട് വളരെയധികം ജോളിയായിട്ട് നടന്നു വരുമ്പോഴായിരിക്കും അവൾ ദൂരത്തായിട്ട് ഒരു വലിയ കാഴ്ച കാണിച്ചു കൊടുക്കുക. നീ ഈ മരങ്ങൾ കാണുമ്പോൾ തന്നെ ഇത്ര എക്സൈറ്റഡ് ആവുമെങ്കിൽ അത് കാണുമ്പോൾ നിനക്ക് ഒരുപാട് അത്ഭുതം തോന്നുന്നു പറയും. ജയൻസിന്റെ ആൻഷ്യൻ കാലത്തുള്ള വലിയ വലിയ ചിത്രങ്ങളാണ് അവിടെ ഉള്ളത്. അതെല്ലാം വാൾ പെയിന്റിങ്സ് ആണ് ആൻഷ്യൻ കാലത്തുള്ളവർ വരച്ചത്. ഹിസ്റ്റോറിക്കലായിട്ട് ഒരുപാട് കാര്യങ്ങൾ പറയുന്ന വലിയ രീതിയിൽ റീച്ചുള്ള വാൾ പെയിന്റ്സ് ആണത്. ഒരുപാട് പേര് ഇത് കാണാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ഈ ജയന്റ് വേൾഡിന്റെ നാഷണൽ കൾച്ചറൽ ഹെറിറ്റേജ് ആയിട്ടാണ് അതിനെ കണക്കാക്കുന്നത്. ഫ്രാങ്കി ആണെങ്കിൽ 2 മിനിറ്റ് ആ ഡ്രോയിങ്ങിലേക്ക് തന്നെ നോക്കും. അവനാണെങ്കിൽ അത് കണ്ട് എക്സൈറ്റഡ് ആയി അതിന്റെ അടുത്തേക്ക് ഓടി വരികയാണ്. മിനിമം ആ ഒരു ഡ്രോയിങ് എല്ലാം തന്നെ വരച്ചിട്ട് 800-900 വർഷങ്ങളെങ്കിലും കഴിഞ്ഞിട്ടുണ്ടാവും. ഫ്രാങ്കി ആണെങ്കിൽ അത് മുഴുവനായിട്ടും നോക്കും. ഇത് വോയിഡ് സെഞ്ചുറിയിൽ ചെയ്തതാണ്. ഞങ്ങൾ വോയിഡ് സെഞ്ചുറിയിൽ നടന്ന കാര്യങ്ങൾ അറിയാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. മെയിനായിട്ടും റോബിനാണ് ഇത് കാണേണ്ടതും ഇതിനെക്കുറിച്ച് മനസ്സിലാക്കേണ്ടതും. എത്രയും പെട്ടെന്ന് എനിക്ക് റോബിനെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവരണമെന്ന് ഫ്രാങ്കി പറയും. ഫ്രാങ്കി ആണെങ്കിൽ വീണ്ടും വീണ്ടും ആ ഒരു പെയിന്റിങ്സിലേക്ക് തന്നെ നോക്കും. ആ ഒരു പെയിന്റിംഗ് വളരെയധികം ഡിഫറെന്റ് ആയിട്ടാണ് കാണപ്പെടുന്നത്. അതിൽ ജയൻസ് മാത്രമല്ല, മനുഷ്യർ, മോൺസ്റ്റേഴ്സ് എന്നിങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ആ ഡ്രോയിങ്സ് കാണുമ്പോൾ ആ കാലത്ത് നടന്ന വലിയൊരു വാറാണ് ഇപ്പോൾ ഫ്രാങ്കിക്ക് മനസ്സിലാവുക. ഒരു ചെറിയ കുട്ടിയുടെ സ്വപ്നം പോലെ എന്തൊക്കെയോ അതിൽ കുത്തിപ്പോറി ഇട്ടിരിക്കുകയാണ്. വലിയ കാര്യമുള്ള സംഭവങ്ങളൊന്നും അതിൽ ഫ്രാങ്കിക്ക് കണ്ടെത്താൻ കഴിയില്ല. കട്ട് ചെയ്ത ഇപ്പൊ ജയൻസ് കുട്ടികൾ പഠിക്കുന്ന ആ സ്കൂള് കാണിക്കുകയാണ്. അവിടെ കുട്ടികളെല്ലാവരും വളരെയധികം എൻജോയ് ചെയ്ത് അവരുടെ പഠനവും കളിയെല്ലാം ഒരുപോലെ മുൻപോട്ടേക്ക് കൊണ്ടുപോവാണ്. ആ സ്കൂളിന്റെ പ്രിൻസിപ്പളാണ് സാക്ഷാൽ ഹിബ. പ്രിൻസിപ്പൽ ഹിബയാണെങ്കിൽ മുഴുവനായിട്ട് സ്കൂളൊക്കെ ചെക്ക് ചെയ്ത് കുട്ടികളൊക്കെ നോക്കിയതിന് ശേഷം ഇപ്പൊ ടേബിളിൽ കൂർക്കം വലിച്ചു കിടന്നുറങ്ങുകയാണ്. ക്ലാസ്സിൽ ടീച്ചറാണെങ്കിൽ വളരെ കർക്കശവും കഠിനോത്കർഷവുമായിട്ടുള്ള മാത്സ് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ കുട്ടികൾ അത് മൈൻഡ് പോലും ചെയ്യാതെ ക്ലാസ് കഴിഞ്ഞ് നമുക്ക് എവിടെ പോവാം, സിനിമയ്ക്ക് പോയാലോ, അടിച്ചു പൊളിക്കാൻ പോയാലോ എന്നിങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കാര്യമായിട്ട് പ്ലാൻ ചെയ്തുകൊണ്ടേയിരിക്കും. കുട്ടികളാണെങ്കിൽ ടീച്ചറുടെ ക്ലാസ് മൈൻഡ് പോലും ചെയ്യുന്നില്ല എന്ന് മനസ്സിലാക്കിയ ടീച്ചറാണെങ്കിൽ കൈയടിക്കും. ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു മാത്സ് ആണെന്നൊക്കെ പറയും. ഉടനെ ഒരു പെൺകുട്ടിയാണെങ്കിൽ എനിക്കൊന്നും ഇഷ്ടപ്പെടുന്നില്ല, എനിക്ക് എങ്ങനെയെങ്കിലും ഡ്രിൽ പീരീഡിൽ കളിക്കാൻ പോകണമെന്ന് പറഞ്ഞ് ഡെസ്കിൽ തല വെച്ച് കിടക്കും. കട്ട് ചെയ്താ ഇവിടെ ലൈബ്രറി കാണിക്കുകയാണ്. അവിടെ അവളാണെങ്കിൽ ഒരു വലിയ ബുക്ക് അതങ്ങനെ പൊടി തട്ടി എടുത്തുകൊണ്ട് വരികയാണ്. അതിന്റെ പൊടി തട്ടുന്ന താമസം അവിടെ മുഴുവൻ പൊടി അങ്ങനെ വ്യാപിക്കും. എൽബോഫിനെ കുറിച്ചുള്ള വലിയ സ്റ്റോറീസാണ് ആ ബുക്ക് നിറയെ. ഈ ഒരു ഐലാൻഡിന് ഒരുപാട് കഥകൾ പറയാനുണ്ട്. അതുകൊണ്ടാണ് ഓരോരോ വാരിയേഴ്സിനും ഡിഫറെന്റ് ആയിട്ടുള്ള ഓരോരോ കഴിവുകളെന്ന് ഇപ്പോൾ ആണെങ്കിൽ റോബിനോട് പറയും. ഈ സ്റ്റോറി ബുക്കൊക്കെ വായിച്ചതുകൊണ്ടാണ് ഓരോരുത്തരും സൺഗോഡിനെ കുറിച്ച് പല കാര്യങ്ങൾ പറയുന്നത്. സൺഗോഡ് അദ്ദേഹം ഒരു തമാശക്കാരനാണെന്നും അദ്ദേഹം എല്ലാവരെയും ഒരുപോലെ കാണുന്നവനാണെന്നും
അതുപോലെ തന്നെ അദ്ദേഹം യുദ്ധത്തിൽ ഒരു കിങ്കരനാണെന്നും ഒക്കെ തന്നെ ഇതുപോലുള്ള നാനാവിധമായിട്ടുള്ള സ്റ്റോറീസ് വായിച്ചതുകൊണ്ടാണ് എല്ലാവരും പലതും പറയുന്നത്. അപ്പോൾ അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇവിടെ പാർട്ടി നടക്കുന്ന ആ ഒരു ഗ്രാമം കാണിക്കുകയാണ്. അവിടെയാണെങ്കിൽ ഇപ്പോഴും ആട്ടത്തിനും പാട്ടത്തിനും ഫുഡിനും ഡ്രിങ്ക്സിനും ഒന്നും യാതൊരു കുറവുമില്ല. അവരാണെങ്കിൽ നിർത്താതെ മണിക്കൂറുകളായിട്ട് ആഘോഷിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ഇവിടെ സോൾ ആണെങ്കിൽ ആ ബുക്കിന്റെ ഓരോരോ പേജസ് ആയിട്ട് റോബിന് മറച്ചു കൊടുക്കും. കാരണം അതൊരു ജൈന്റ് ബുക്കാണ്. റോബിനാണെങ്കിൽ വളരെയധികം ആശ്ചര്യത്തോടു കൂടെ അതിൽ ഓരോ പേജസും അങ്ങനെ വായിക്കുകയാണ്. സോൾ ആണെങ്കിൽ ഓൾറെഡി ആ ബുക്ക് വായിച്ചിട്ടുണ്ട്. 3 ചാപ്റ്റേഴ്സാണ് അതിൽ മെയിൻ ആയിട്ടുള്ളത്. അത് ഓരോന്നും വളരെ വിശദമായിട്ട് തന്നെ റോബിൻ വായിച്ചുകൊണ്ടേയിരിക്കും. അതിൽ 3ാമത്തെ ചാപ്റ്ററിനെ കുറിച്ച് സോൾ ആണെങ്കിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയും. 3ാമത്തെ ചാപ്റ്ററാണ് ഇപ്പോൾ നടക്കുന്ന ലോകത്തെക്കുറിച്ച് പറയുന്നത്. ഇപ്പോൾ വലിയൊരു കാര്യം നടക്കാൻ പോവാണ്. അതിനെക്കുറിച്ചും ആ ബുക്കിൽ എഴുതിയിട്ടുണ്ട്. ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടെയുണ്ട്. ലെജൻഡറി ഓഫ് നിക്ക. അദ്ദേഹം ഈ പ്രപഞ്ചത്തിൽ എവിടെയോ ഉണ്ട്. അദ്ദേഹം ഇവിടേക്ക് വരികയാണെങ്കിൽ ഒരു മ്യൂസിക്കുമായിട്ടായിരിക്കും എപ്പോഴും വരിക. ഉടനെ അവനാണെങ്കിൽ ആ മ്യൂസിക് പാടി ഡാൻസ് ചെയ്യാനായിട്ട് തുടങ്ങും. റോബിനാണെങ്കിൽ ആ കാര്യങ്ങളെല്ലാം കേൾക്കുകയും കാണുകയൊക്കെ ചെയ്ത് അങ്ങനെ ചിരിച്ച് ആസ്വദിച്ച് അത് വായിക്കുകയാണ്. റോബിനോടൊപ്പം ചോപ്പറും ഇപ്പോൾ അവൻ്റെ ആ പാട്ടും ഡാൻസൊക്കെ നോക്കുകയാണ്. ആക്ച്വലി ലൂഫി ഗിയർ മാറുമ്പോഴും ഇതേ പാട്ടും ഡാൻസുമാണ് അവന് ചെയ്യുന്നതെന്നുള്ള കാര്യം അവർ ഓർക്കില്ല. മറ്റൊരു ഭാഗത്ത് ആ വെള്ളമൊക്കെ അടിച്ച് ഹായ് ആയിട്ട് പാർട്ടി ആഘോഷിക്കുന്നവരും ഇതേ കാര്യങ്ങളൊക്കെ തന്നെ പറഞ്ഞാണ് അവിടെ എൻജോയ് ചെയ്യുന്നതും ഡാൻസ് കളിക്കുന്നതും ഒക്കെ. ഇവിടെ റോബിനാണെങ്കിൽ ഓക്കെയൊക്കെ പറഞ്ഞ് ഇപ്പം അതിലെ ഒരു ഫസ്റ്റ് സ്റ്റോറി അത് വായിക്കുകയാണ്. വർഷങ്ങൾക്ക് മുൻപ് ഭൂമിക്കടിയിൽ കൺട്രോൾ ചെയ്യാൻ കഴിയാത്ത രീതിയിൽ വലിയൊരു തീ അതങ്ങനെ കത്തി എരിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് ഒരുപാട് വർഷങ്ങളായിട്ട്. മനുഷ്യ പോലും അവരുടെ ആർത്തി മൂലം തൊടാൻ പാടില്ലാത്ത സൂര്യനെ പോലും തൊട്ടു. അതുകൊണ്ടാണ് ഇങ്ങനെ പലതും അവിടെ സംഭവിച്ചത്. അതിന്റെ സൈഡ് എഫക്റ്റ് ആയിട്ട് പല കാര്യങ്ങളും സംഭവിച്ചുകൊണ്ട് തന്നെ അടിമയായിട്ടുള്ള ജനങ്ങളാണെങ്കിൽ ദൈവത്തോട് പ്രാർത്ഥിച്ചു എങ്ങനെയെങ്കിലും അവർ രക്ഷപ്പെടുത്തണമെന്ന്. പ്രാർത്ഥന കേട്ട് സൂര്യദേവൻ അവരുടെ ഇടയിലേക്ക് വന്നു. പക്ഷെ എന്താ, ഭൂമിയുടെ ദൈവം ഒരുപാട് ദേഷ്യത്തിലായി. അതുകൊണ്ട് തന്നെ പാതാളത്തിലുള്ള ആ ഒരു അഗ്നിയുടെ രാക്ഷസ പാമ്പിനെ ജനങ്ങൾക്ക് നേരെ സ്പ്രെഡ് ചെയ്തു. അതുകൊണ്ട് തന്നെ ഒരുപാട് ജനങ്ങൾ മരണമടഞ്ഞു. അതിനുശേഷം ആ ഒരു വേൾഡ് തന്നെ എന്നേക്കുമായി ഇല്ലാതായി. ഇതാണ് ഫസ്റ്റ് വേൾഡിന്റെ സ്റ്റോറി. അതിനുശേഷം സെക്കൻഡ് വേൾഡിലെ സ്റ്റോറി ആയിരിക്കും ഇപ്പൊ റോബിൻ വായിക്കുക. ഫോറസ്റ്റ് ഗോഡ് അവിടെ ഉണ്ടായിരുന്ന ഡീമൻസിനെ എല്ലാം തന്നെ തന്റെ വരുതിയിലാക്കി. സൺ ഗോഡ് ആണെങ്കിൽ ആളുടെ ഫയർ ഉപയോഗിച്ച് വലിയൊരു വാർ തന്നെ നടത്തി. അതേസമയം ഹാഫ് മൂണിന്റെ അണ്ടറിൽ ജീവിച്ചിരുന്നവര് ഒരു സ്വപ്നം കണ്ടു. മനുഷ്യർ സൺ ഗോഡിനെ കൊന്ന് ആ ഒരു ഗോഡിന്റെ പദവിയിലേക്ക് ഉയരുന്നു. അത് കണ്ട കടൽ ദൈവമാണെങ്കിൽ വലിയൊരു പ്രളയമായി മാറി ആ ഒരു ലോകം മുഴുവനായിട്ട് നശിപ്പിച്ചു. അടുത്തതായിട്ട് 3ാമത്തെ ഉലകം. അവിടെ ഒരു വലിയ പ്രശ്നത്തിന്റെ ഇടയിൽ ഒരു വോയിഡ് അതൊന്നുണ്ട്. ഈ ലോകത്തിന് ആവശ്യമില്ല എന്ന് കരുതിയിരുന്ന ബാക്കിയുണ്ടായിരുന്ന ജനങ്ങൾ അവരാണെങ്കിൽ അവർക്കൊന്ന് ബാക്കിയുണ്ടായിരുന്ന ആ ഒരു പ്രോമിസ് ഡേ അതങ്ങനെ ആലോചിച്ച് നോക്കുകയാണ്. ആ സമയത്താണ് സൺ ഗോഡ് ഈ ലോകത്തെ നാശത്തിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നതായിട്ട് അവർ കാണുക. പക്ഷേ അത് വെറും ഒരു നാശമല്ല. ആ ഒരു നാശത്തിന് ശേഷമാണ് സൂര്യദേവൻ വീണ്ടും ഈ ഒരു ലോകത്തേക്ക് വന്ന് ഇവിടെയുള്ളവർക്ക് എല്ലാവർക്കും ശാപമുക്തി കൊടുക്കാനായിട്ട് പോകുന്നത്. ആ ഒരു സമയത്ത് ലോകത്തുള്ളവരെല്ലാവരും പരസ്പരം കാണും. ഈ കാര്യങ്ങളാണ് ആ ബുക്കിൽ എഴുതിയിട്ടുള്ളത്. ഇവിടെ ഫ്രാങ്കിയും ചിത്രത്തിൽ ഇതേ കാര്യങ്ങൾ തന്നെയായിരിക്കും കണ്ടു മനസ്സിലാക്കുക. എല്ലാവരും വലിയ യുദ്ധത്തിന് ശേഷം വീണ്ടും കണ്ടുമുട്ടും എന്നതാണ് ആ കഥയുടെ ഏറ്റവും വലിയ കൺക്ലൂഷൻ. ദൈവങ്ങൾക്കിടയിൽ വലിയൊരു കലഹം അല്ലെങ്കിൽ ഒരു ഫൈറ്റ് അത് നടക്കാൻ പോകുന്നു എന്നൊരു ഹിന്റാണ് ആ കഥയിൽ കൊടുത്തിരിക്കുന്നത്. അങ്ങനെ അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.